എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. നിന്റെ ദ്രോഹം സഹിക്കാനാകാതെ ഇവർ വന്ന് എന്നോട് അപേക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. ഇവർക്ക് ഞാൻ കൊടുത്ത ഒരു വാക്കിന്റെ പേരിലാണ് നന്ദിനി നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലാൻ പോകുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുന്നേ. എന്തുകൊണ്ട് സാധിക്കില്ല? നിന്നെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാ ഉറ്റിലേക്ക് ഉഗ്രശക്തികളെ ആവാഹിച്ചിരിക്കുന്നേ. ഉറ്റ് നിന്റെ രക്തത്തിനായി തുടിക്കുകയാണ് നന്ദിനി. നിന്റെ മരണം അടുത്തെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ നിനക്ക്? നിന്റെ ജീവനില്ലാതാകാൻ പോവുക. പുറ്റ് ഞാൻ വസിക്കുന്ന എന്റെ ജീവാംശം, അത് ഉപയോഗിച്ച് നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാകില്ല. ഇത് വെറും പുറ്റാണെന്ന് കരുതണ്ട. എന്റെ പൂർവികരുടെ ശക്തിയിൽ നിന്ന് രൂപം കൊണ്ട അഗ്നികുണ്ഡമാണ് ഇത്. നിന്റെ രക്തത്തിനായി ദാഹിക്കുന്നത് കണ്ടില്ലേ? നിന്റെ മരണമാണ്. നന്ദിനി, നന്ദിനി, ഗായത്രി, ഗായത്രി കൊണ്ട് വരരുത്. അയ്യോ, ഇവളെന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വരുന്നത്? ഗായത്രി കൊണ്ട് വരല്ലേ. അരുൺ, അവൾ പുറ്റിനുമേൽ വീണ് കഴിഞ്ഞാൽ പുറ്റ് അവളെ ബലിയായി സ്വീകരിക്കും. പുറ്റൊരിക്കൽ ബലി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഉഗ്രശക്തികൾ നഷ്ടമാകും. അങ്ങനെ സംഭവിച്ചാൽ നാഗവശ്യ പൂജ സിദ്ധിയില്ലാതാകും. അവളെ ചെന്ന് തടഞ്ഞു നിർത്ത. അവളെ ഞാനിപ്പോ എങ്ങനെയാ തടഞ്ഞു നിർത്തുന്നേ? നന്ദിനി, അരുൺ, അവൾ പുറ്റിനടുത്ത് വരുന്ന കണ്ടില്ലേ? പുറ്റിൽ സ്പർശിച്ചാൽ നന്ദിനിയെ നമുക്ക് കൊല്ലാനാകില്ല. വേഗം പോയി തടയ. വേണ്ട, ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അരുൺ, ഇനി ഈ നാഗവശ്യ പൂജയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാവില്ല. നന്ദിനി നമ്മിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഇവിടെ നിന്നാൽ അത് വലിയ ആപത്തായി മാറും. വേഗം പൊയ്ക്കോ. വേണ്ടത് ഞാൻ ചെയ്തോളാം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ. ഗായത്രി, ആപത്തൊന്നും കാണിക്കല്ലേ. ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ ഗായത്രി നീ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചേ? ഞാൻ സാധാരണ
മനുഷ്യ ജന്മമാണ്. എന്നാ നീ ശക്തി നാഗമാണ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും നന്ദിനി. എന്ന് കരുതി സ്വന്തം ജീവനില്ലാതാക്കണോ? എന്റെ ജീവൻ പോലും ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാ ഗായത്രി. എനിക്ക് എന്ത് സംഭവിച്ചാലും തളരരുത്. നമ്മുടെ കാട്ടമ്മയ്ക്ക് ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്യണം. എന്റെ അച്ഛന്റെ ജീവിതത്തിലെ ഒരേ ഒരു സന്തോഷം നീയല്ലേ? ഈ കാലം മുഴുവൻ കഷ്ടപ്പെട്ട ആ മനുഷ്യന് നിനക്ക് എന്തെങ്കിലും പറ്റി അത് സഹിക്കാനാവോ? ഇപ്പൊ എല്ലാ സന്തോഷവും നീ ഇല്ലാതാക്കിയല്ലോ ഗായത്രി. എന്റെ അച്ഛൻ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ആളല്ല, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നയാളാ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നറിഞ്ഞ അച്ഛനത് വലിയ സന്തോഷം ഉണ്ടാക്കും. അതോർത്ത് വിഷമിക്കില്ല നന്ദിനി. എന്നോടുള്ള ആത്മാർത്ഥ സ്നേഹമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം കാട്ടമ്മയുടേതാണെന്ന് നീ തെളിയിച്ചു ഗായത്രി. ഇല്ല ഗായത്രി, ഞാൻ ഒരിക്കലും നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. നമ്മുടെ കാട്ടമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും ഗായത്രി. വാ. വേണ്ട. നന്ദിനി, എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച നീ എന്നാകെ നന്ദി എന്റെ കയ്യിലകപ്പെടല്ലേ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ നന്ദിനി. എന്നെ ഇവിടെ ഇട്ടിട്ട് പോ നന്ദിനി. ഇല്ല, നിനക്കൊരാപത്ത് വരില്ല. അത് ഞാൻ സമ്മതിക്കില്ല ഗായത്രി. ഞാൻ പറയുന്നത് കേക്ക്. നീ ഇവിടുന്ന് പോ. നീ പോ. എന്നെ ഇനി രക്ഷിക്കാൻ ശ്രമിക്കണ്ട. അയാള് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോ നന്ദിനി. ഇല്ല ഗായത്രി, ഞാൻ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഇങ്ങോട്ട് പോവില്ല. അങ്ങനെ ഒരു ആപത്തിലേക്ക് നിന്നെ ഞാൻ വിടില്ല. അതിനി പറ്റുമെന്ന് തോന്നുന്നില്ല നന്ദിനി. ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. നീ നിന്റെ കടമകളെല്ലാം ചെയ്തു തീർക്കണം. ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ പോലും എന്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെയായിരുന്നാലും ഒരിക്കലും നിന്നെ മറക്കില്ല. ഗായത്രി, 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 ഗായത്രി. 20 വർഷം ഞങ്ങളൊക്കെ പിരിഞ്ഞിരുന്നെങ്കിലും നീ നന്നായി ജീവിച്ചില്ലേ? ഞങ്ങളൊക്കെ അന്വേഷിച്ച് വന്നതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ മരണത്തിലേക്കാണ് നീ വന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ അന്ന് തിരിച്ചയച്ചേനെ. നിന്നെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല ഗായത്രി. കൊല്ലും ഞാൻ എല്ലാത്തിനെയും. സന്ധ്യ, അയ്യോ സന്ധ്യ, നിന്നോട് പോകരുതെന്ന് പലതവണ പറഞ്ഞിട്ടും പിടിവാശി കാണിച്ചു വന്നത് ഇങ്ങനൊരു വിധിയിലേക്കായില്ലേ? സുകുമാരന്റെ മോളാണെന്നും കൂടി ചിന്തിക്കാതെ ആ നന്ദിനി നിന്നെയും കൊന്നു കളഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്ന ഇതുപോലെ നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമെന്ന് പേടിച്ച് തന്നെയാ ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയത്.
എന്റെ ഗായത്രി നീ കൊന്നല്ലേ? ഒരുപാട് നാളൊന്നും നിനക്ക് ആയുസില്ല. മോളെ ഗായത്രി, ഗായത്രി, എന്റെ മോളെ ഗായത്രി, നിന്നോട് ആരായി കൊലച്ചത് ചെയ്തത്? മോളെ ഗായത്രി, ഗായത്രി, മോളെ, മോളെ, മോളെ ഗായത്രി, എഴുന്നേറ്റ് അച്ഛനെ ഒന്ന് നോക്ക്. നിനക്ക് എന്താ പറ്റിയത്? എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. ഗായത്രി, എന്താ പറ്റിയത്? മോളെ, എന്റെ മോളെ, നിനക്ക് എന്താ? അങ്ങ് വിഷമിക്കാതിരിക്കും. ഇവള് നന്ദിനിയാണ് കൊന്നു കളഞ്ഞത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയ നന്ദിനിയോടൊപ്പം നിൽക്കല്ലേ എന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ കേട്ടില്ല, സന്ധ്യയും അനുസരിച്ചില്ല. നിങ്ങൾ നന്ദിനിക്ക് ചെയ്ത സഹായങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മോള് ഒരു ബലിയാടായില്ലേ? ഇനി മേലിലെങ്കിലും ആ നന്ദിനിയുടെ വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക. എന്ത് അസംബന്ധമായി പറയുന്നേ? നന്ദിനിയാണ് എന്റെ ഗായത്രിയെ കൊന്നതെന്ന് നീ അങ്ങ് പറഞ്ഞാ ഞാനത് വിശ്വസിക്കുമെന്നാണോ? നന്ദിനിക്കെതിരെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചില്ലേ? അത് പോരാഞ്ഞിട്ടായിരിക്കും ഇതും കൂടി അല്ലേ? ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഗായത്രിയെ നിങ്ങളെല്ലാരും ചേർന്ന് കൊന്നതാ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നന്ദിനിയാണ് ഇവളെ കൊന്നത്. എടിയേ, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇനി ഒരു അക്ഷരം നീ നന്ദിനിയെ പറ്റി പറഞ്ഞാൽ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിന്നെ കൊന്നുകളയും ഞാൻ. പൊക്കോ, ജീവനം കൊണ്ടുവിടുന്നത്. നന്ദിനിയുടെ ചതിയിൽപ്പെട്ട് നിങ്ങൾ നശിക്കണമെന്നാണ് തലയിൽ എഴുതിയിരിക്കുന്നെങ്കിൽ അതാർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്. ഗായത്രി, എന്റെ മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ അച്ഛനോട് പറ, നിനക്ക് എന്താ പറ്റിയത്? മോളെ ഗായത്രി, ഗായത്രി, നിന്നെ കൊന്നു കളഞ്ഞില്ലേ ആ മഹാഭാവികളെല്ലാവരും കൂടെ? മോളെ, മോളെ നന്ദിനി, ഗായത്രി നമ്മളെല്ലാം വിട്ടുപോയല്ലോ മോളെ. ആ മഹാഭാവികൾ കൊന്നു കളഞ്ഞല്ലോ. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ നാഗനന്ദിനുണ്ടാക്കിയ പുറ്റിൽ സ്പർശിച്ച് ഗായത്രി അവളുടെ ജീവൻ വെടിഞ്ഞത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവള് ജീവൻ വെടിഞ്ഞതെന്നോ? സത്യമാണോ നീ പറയുന്നത്? നിനക്ക് വേണ്ടിയാണ് അവൾ മരിച്ചതെങ്കിൽ അതൊരു മഹാഭാഗ്യമല്ലേ മോളെ? ഇതെന്താ മോളെ ഇങ്ങനെ? നമുക്കൊന്നിനു പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് പാപമാ മോളെ ചെയ്ത്? 20 വർഷമായിട്ടും പാർവതി അമ്മയ്ക്ക് നമ്മൾ ചെയ്തു കൊടുത്ത സത്യം എന്താ മോളെ നമുക്ക് പാലിക്കാൻ കഴിയാതെ? നഷ്ടപ്പെട്ട് കാട്ടമ്മയുടെ സബിധത്തിൽ എത്തിച്ച കാലചക്രങ്ങൾ വീണ്ടും അവിടുന്ന് മോഷണം പോകാന്ന് വെച്ചാൽ ഇത്ര നാളും നമ്മൾ ആ മാധവിയോടും കൃഷ്ണൻ സ്വാമിയോടും മാത്രം പോരാടിയാൽ മതിയായിരുന്നു. ഇപ്പം മായശക്തിയോടും കൂടി നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. മോളെ, കാലത്തിന്റെ ധർമ്മമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ധർമ്മമില്ലാത്ത ഈ ലോകത്തിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇല്ല ഇല്ല, ഞാനും എന്റെ മോള് ഗായത്രി പോയ ഇടത്തേക്ക് തന്നെ പോവുകയാണ്. ഗായത്രി, മോളെ ഗായത്രി, മോളെ ഗായത്രി, ഇല്ലാത്തൊരു ജീവിതം ഇല്ലാത്ത ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കുമ്പോ ധൈര്യം കൈവിടരുത്. മനസ്സ് കല്ലാക്കി മാറ്റ്. ഗായത്രി എനിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത്. അവളിപ്പോ ചെയ്ത ത്യാഗത്തിന് അങ്ങനെ അർത്ഥമില്ലാതായി പോയിക്കൂടാ.
ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാലചക്രങ്ങൾ കാട്ടമ്പട സന്നിധിയിൽ എത്തിച്ചേക്കണം. മനസ്സിലെ വിങ്ങൽ പകയാക്കി മാറ്റുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇനി അധികം ദൂരമില്ല. വാ എന്റെ കൂടെ വരാൻ. ഗായത്രി, നന്ദിനി, ഗായത്രി. കരയരുത്. എനിക്കിത് സഹിക്കാൻ വയ്യേ. നന്ദിനി, പോലീസുകാർ വരുന്ന മോളെ, നീ പൊയ്ക്കോ. മറിഞ്ഞു നിന്നു. അവരോട് ഞാൻ സംസാരിച്ചോളാം. ഇനി ആരൊക്കെ വന്നാലും എനിക്ക് പേടിയില്ല. നീ ഇവിടെ നിന്നാ നീ ആരാന്ന് ചോദിച്ചാൽ പ്രശ്നമാവും. വെറുതെ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഓ, പോയി മറിഞ്ഞു നിന്നു. ഇല്ല, ഇവിടുന്ന് മാറില്ല ഞാൻ. അയ്യോ, ഇപ്പോഴെങ്കിലും പറഞ്ഞനുസരിക്ക്. ഒന്ന് പോ മോളെ. പോ മോളെ, പറഞ്ഞു കേട്ടില്ലേ? എവിടെയാ മേഡം? അവിടെയാണ്, ഞാൻ കാണിക്കാം. വാ. ഇതെവിടെയാ മേഡം? ആ ഭാഗത്തായിട്ടാ. ഇത് കണ്ടില്ല സാറേ? എന്റെ മോളുടെ ഒരു അവസ്ഥ കണ്ടില്ല സാറേ? ഡോ, ഒരു മരണം നടന്നു കഴിഞ്ഞാ പോലീസിൽ ഇൻഫോം ചെയ്യണമെന്ന് അറിയില്ലേ? അല്ലാതെ കുഴിച്ചിടാൻ നോക്കുക വേണ്ടേ? അപ്പൊ താൻ തന്നെ ഈ പെണ്ണിനെ കൊന്നതല്ലേ? സാറേ, തോന്നുന്നു ഇങ്ങനെ വിളിച്ചു പറയല്ലേ സാറേ? ഈ കിടക്കുന്നത് എന്റെ മകളാണ്. ഞാൻ എന്തിനു വേണ്ടിയായി എന്റെ മകളെ കൊല്ലുന്നെന്ന് പറഞ്ഞു? ഇവളാ എന്റെ മകളെ കൊന്നു കളഞ്ഞത്. അവരെ നിനക്ക് സംശയം ഉണ്ടെങ്കിലേ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടത്, അല്ലാതെ കുഴിച്ചിടല്ല. കംപ്ലൈന്റ് തന്നിട്ട് എന്ത് ചെയ്യാനാ? അവരുടെയൊക്കെ ഏറാമൂളികളല്ലേ സാറേ നിങ്ങളൊക്കെ? എന്റെ മകളെ കൊന്നു കളഞ്ഞവർക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾക്കറിയാന്ന് പറഞ്ഞ അപ്പൊ തന്റെ കൂടെ വേറെ ആരാളെ? സർ, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു നാഗമുണ്ട്. ആ നാഗമാണ് ഈ പെൺകുട്ടിയെ കൊന്നത്. അദ്ദേഹത്തോട് വിശദമായിട്ട് ചോദിച്ചാ എല്ലാ സത്യം പുറത്തു വരും. ബോഡി എടുക്ക്. ശരി, ആംബുലൻസിലേക്ക് കൊണ്ടേക്കോ. മലേഷ്യയിലുള്ള ഈ പെൺകുട്ടിയുടെ പാരന്റ്സിന് നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടില്ലേ? ആ, ഇൻഫോം ചെയ്തു സർ. അവരിങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഫോർമാലിറ്റീസ് നടത്തിക്കോളൂ. NRI ആയതുകൊണ്ട് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ട് അറിയിക്കാം.
ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റുവാങ്ങാം. ശരി സാർ. ഡോ തന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ? വാ മേഡം, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ പോയിക്കൊള്ളാം സാർ. ഇവിടെ അടുത്തല്ലേ? ഡോ നടക്കടോ. ആ നന്ദിനി എങ്ങോട്ടേക്കായിരിക്കും പോയത്? വേഗം നടക്കടോ. ഇങ്ങോട്ട് നടക്കടാ. നിന്റെ കുർബാന ഞാൻ സ്റ്റേഷനിൽ നടന്നു. എന്താടാ നീ നോക്കണേ? എന്താടാ, രക്ഷപ്പെടാൻ വല്ല പ്ലാൻ ഉണ്ടോ നിനക്ക്? നിങ്ങൾ ഇത്രയും പേരുണ്ട് ഇവിടെ. എന്തെങ്കിലും തരികിട പരിപാടി കാണിച്ചാ മുട്ടിന്റെ ചിരട്ടയെ ചവിട്ടി പൊട്ടിക്കും. പിന്നെ നടക്കാൻ പോലും പറ്റില്ല നിനക്ക്. ഞാൻ രക്ഷപ്പെടാൻ തന്നെ പോകുന്ന സാറേ. പക്ഷെ സാറിന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകില്ല ഞാൻ. നിങ്ങൾക്ക് തന്നെ എന്നെ പറഞ്ഞയക്കേണ്ടി വരും. ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. വയസ്സായി പോയി ചകുത്താന്. ഇടോ എടുത്ത് കേട്ടടോ. നടക്കാൻ അങ്ങോട്ട്. ജീപ്പിലേക്ക് വലിച്ച് കേട്ടടോ.